ഹലോ ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ ഞാനൊരു യാത്ര പോവുകയാണ്. ഞാൻ കൊട്ടിയൂരിലേക്കാണ് ഇപ്പോൾ യാത്ര പോകുന്നത്. ഇപ്പോൾ ഞാൻ വൈകിട്ടുള്ള ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസ്സിനാണ് ഇപ്പോൾ ഞാൻ കൊട്ടിയൂർ പോകുന്നത്. ഇപ്പോൾ സാധാരണ ഞാൻ കഴിഞ്ഞ വർഷം മുതലാണ് ആദ്യമായി കൊട്ടിയൂർ പോയി തുടങ്ങിയത്. അന്ന് പോയപ്പോൾ നമ്മൾ ഇവിടുന്ന് ട്രെയിനിനാണ് ഇവിടുന്ന് തലശ്ശേരി വരെ പോയി. എന്നിട്ട് അവിടുന്ന് ട്രാവലറിനാണ് ഞാൻ കൊട്ടിയൂർ പോയിക്കൊണ്ടിരുന്നത്. ഇപ്രാവശ്യം ഞാൻ അതേ പാക്കേജ് വെച്ചിട്ടാണ് ഈ വർഷവും പോകുന്നത്. അപ്പോൾ അവർ ഇപ്രാവശ്യം വേറൊരു രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് തൃശ്ശൂരിൽ നിന്ന് നമുക്കൊരു ട്രാവലറിന് പോകാം എന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടുന്ന് നേരെ തൃശ്ശൂർ പോയി ഇറങ്ങി അവിടുന്ന് രാത്രി ട്രാവലറിനാണ് കൊട്ടിയൂരേക്ക് പോകുന്നത്. ഇപ്പോൾ എറണാകുളം വിട്ടിരിക്കുകയാണ് ട്രെയിനിൽ വലിയ തിരക്കൊന്നുമില്ല. ഇപ്പോൾ ഇത് വൈകിട്ട് 5:15 ട്രെയിൻ. ഇപ്പോൾ ട്രെയിൻ ഇരിഞ്ഞാലക്കുട എത്തി. സമയം ഇപ്പോൾ 6:45. ഇനിയിപ്പോൾ അല്പസമയത്തിനുള്ളിൽ നമുക്ക് തൃശ്ശൂരെത്തും. അങ്ങനെ തൃശ്ശൂരെത്തി. ഇപ്പം ഞാനിവിടെ ഇറങ്ങി ഒന്ന് ഇപ്പോൾ സമയം 7:15 സമയം. നമ്മൾക്ക് അവിടെ നമ്മുടെ ട്രാവലർ അവിടെ നിന്ന് 9:30 നമ്മുടെ കൊട്ടിയൂരേക്ക് എടുക്കുന്നത്. അപ്പോൾ ആ ട്രാവലർ കയറാൻ ഞാൻ ഇവിടെ നിന്ന് പാറമേക്കാവ് അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോകണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് റെസ്റ്റ് ചെയ്ത ശേഷം നേരിട്ട് അങ്ങോട്ട് പോവുകയാണ്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അങ്ങനെ ഇപ്പോൾ ഞാൻ വന്ന ട്രെയിൻ ഇപ്പോൾ ഇവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം ഞാനിപ്പോൾ പതിയെ ഇത് ട്രെയിൻ വന്നിരിക്കുന്നത് സെക്കൻഡ് പ്ലാറ്റ്ഫോമിലാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് എസ്കലേറ്റർ കയറി ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ഒരു ഓട്ടോ പിടിച്ചിട്ട് വേണം എനിക്ക് അങ്ങോട്ട് പാറമേക്കാവ് അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോകാൻ. അവിടെ നിന്നാണ് ഇപ്പോൾ രാത്രി നമ്മുടെ ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലെ AC വെയിറ്റിംഗ് റൂം. ഇപ്പോൾ നിങ്ങളുടെ ട്രെയിൻ ഇപ്പോൾ നിങ്ങൾക്ക് വരാൻ ഒരുപാട് ലേറ്റ് ആവുകയോ അല്ലെങ്കിൽ ഒരുപാട് ഇനി സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ റൂം യൂസ് ചെയ്യാം. നല്ല ക്ലീൻഡാണ് റൂം. അങ്ങനെ ഞാൻ പാറമേക്കാവിൻ്റെ അടുത്തുള്ള ശ്രീ ഗുരുവായൂർ ടിഫിനിന്ന് രാത്രിയുള്ള ഫുഡ് കഴിക്കുകയാണ്. ഇതാണ് ശ്രീ ഗുരുവായൂർ ടിഫിൻ. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഒരു റെസ്റ്റോറൻ്റാണിത്. ഇത് പാറമേക്കാവിനോട് ചേർന്നിട്ട് തന്നെയാണ് ഈ റെസ്റ്റോറൻ്റ് ഇരിക്കുന്നത്. അങ്ങനെ അത് കഴിച്ചിട്ട് ഞാൻ ഇറങ്ങി. ഇപ്പോൾ ഇത് പാറമേക്കാവ് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ടൈം ഇപ്പോൾ സമയം 8:30 ആയിട്ടുള്ളൂ. നമ്മുടെ ബസ്സിന് ഇനിയിപ്പോൾ ഒരു മണിക്കൂർ സമയമുണ്ട്. അപ്പോഴാണ് എത്തുക. അപ്പോൾ അങ്ങനെ 9:45 ട്രാവലർ എത്തി. നേരത്തെ ഞങ്ങൾ അത്യാവശ്യം യാത്രക്കാർ ഇവിടെ നിന്ന് തന്നെ കയറാനുണ്ടായിരുന്നു. അപ്പോൾ ചില യാത്രക്കാർ വഴിമധ്യേ കയറി. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ യാത്ര നേരെ കണ്ണൂരിലേക്ക് തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കൊട്ടിയൂരൊക്കെയാണ് ഇപ്രാവശ്യം പോകുന്നതെങ്കിലും ഞങ്ങൾ ആദ്യം ചെല്ലുന്നത് കണ്ണൂർ പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിലേക്കാണ്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ ഇപ്പോൾ രാവിലെ 5:30 മണിയായി. നമ്മളിപ്പോൾ പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഞങ്ങളിപ്പോൾ ഫ്രഷ് ആവാൻ ഇവിടെ അടുത്ത് വിസ്മയ ഇൻഫർടൈൻമെൻറ്റ് സെൻറ്ററിൽ വെച്ചിട്ടാണ് ഞങ്ങളൊന്ന് ഫ്രഷ് ആയത്. അതിനുശേഷം ഞങ്ങളിപ്പോൾ മുത്തപ്പൻ്റെ മടപ്പുര അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇതിപ്പോൾ ഇടദിവസം ആയതുകൊണ്ട് ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയാണ്, ജൂൺ 2. ഇന്നിപ്പോൾ വലിയ തിരക്കുകളൊന്നും ഇവിടെ കാണുന്നില്ല. അതുകൊണ്ട് നല്ല ഫ്രീ ആയിട്ട് നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നടന്ന് അതിൻ്റെ അകത്തെത്തി. ഇതിപ്പോൾ അങ്ങോട്ട് മുത്തപ്പൻ്റെ അങ്ങോട്ട് പോകുമ്പോഴുള്ള ചില കടകളൊക്കെയാണ്. ഇവിടെ നമുക്ക് വലിയ ബോർഡ് കാണാം. ശ്രീ മുത്തപ്പന മടപ്പുര സന്നിധിയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോർഡ്, ഒരു കവാടം നമുക്ക് കാണാം അവിടെ. അപ്പോൾ അങ്ങനെ ഞങ്ങളിപ്പോൾ ഇവിടെ എത്തി. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറുകയാണ്. ഇവിടെ ഇപ്പോൾ ക്യാമറ അകത്ത് അലൗഡ് അല്ല. അപ്പോൾ നമുക്ക് ഈ മുത്തപ്പൻ്റെ രാവിലെ ഉള്ളത് തിരുവപ്പനയും വൈകിട്ട് വെള്ളാട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിഷ്വൽസൊന്നും നമുക്ക് ഏതായാലും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഇതിൻ്റെ അകത്ത് വീഡിയോസും ഫോട്ടോഗ്രാഫീസൊക്കെ അലൗഡ് അല്ല. അപ്പോൾ ഈ വീഡിയോ തന്നെ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തതേ ഉള്ളൂ.
അല്ലാണ്ട് ഇതിനകത്ത് വീഡിയോസ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ അതൊന്നും ക്യാപ്ചർ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇത് പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അടുത്തുള്ള വളപട്ടണം പുഴയാണിത്. ഇവിടെ ബോട്ടിംഗ് സൗകര്യമുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് റെസ്റ്റോറൻറ്റും പിന്നെ ഒരു അത്യാവശ്യം വിശ്രമിക്കാനുള്ളൊരു സൗകര്യം ഇവിടെയുണ്ട്. ഏതായാലും ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് പുറത്തുനിന്നൊക്കെ എടുത്ത് എന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ രാവിലത്തെ തിരുവപ്പന കണ്ട് ഞങ്ങളിപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ വിശ്രമിക്കുന്ന സ്ഥലത്ത് വന്ന് ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. ഇവിടെ ഇപ്പോൾ രാവിലെ വന്നിരിക്കാൻ ഒരു പ്രത്യേക ഒരു ഫീൽ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കൊട്ടിയൂരിലേക്ക് പോകുന്ന വഴിയാണ്. ഇപ്പോൾ കൊട്ടിയൂരിലേക്ക് പോകുന്ന വഴി നമ്മളിപ്പോൾ ഇവിടെ പറശ്ശിനിക്കടവ് മുത്തപ്പനിൽ രാവിലെ നമുക്ക് തിരുവപ്പന കണ്ടത് വളരെ നല്ലൊരു അനുഭവം തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇവിടുന്ന് രാവിലത്തെ പ്രഭാത ഭക്ഷണം ഉണ്ടായിരുന്നു, അത് കഴിച്ചിട്ട് പോകണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ സമയം കൂടുതലെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ മൃദംഗശൈലി ക്ഷേത്രം, അത് ഇവിടുന്ന് കുറച്ച് കണ്ണൂർ മറ്റേ എയർപോർട്ടിൻ്റെ അടുത്തായിട്ട് വരും, അങ്ങോട്ട് ഞങ്ങൾ പോവുകയാണ്. ഇതാണ് മൃദംഗശൈലി ക്ഷേത്രം. ഈ അമ്പലം എന്ന് വെച്ചാൽ മൂകാംബിക ദേവിയാണ് ഇവിടെ ഉള്ളത്. പിന്നെ വേറെ പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഈ അമ്പലത്തിനെ ചുറ്റിപ്പറ്റിയൊരു കഥകളെന്ന് വെച്ചാൽ 3 തവണ ഈ അമ്പലത്തിലെ വിഗ്രഹം മോഷണം പോയിട്ട് അത് തിരികെ കൊണ്ടുവച്ചു, അങ്ങനെ ഒരു കഥയാണ് ഇതിനെ ചുറ്റിപ്പറ്റിയുള്ളത്. അങ്ങനെ ഈ അമ്പലത്തിൽ നിന്നും നിങ്ങൾ കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങി ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ അതിനുശേഷം നമ്മുടെ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ കൊട്ടിയൂരിലേക്കാണ് നമ്മൾ മെയിനായിട്ട് വന്നത്. ഇപ്പോൾ നമ്മൾ കൊട്ടിയൂരെത്തി. ഇതാണ് ഇഷ്ടംപോലെ ഓടപ്പൂവ് ഇവിടെ കാണാം. എല്ലാ കടകളിലും ഓടപ്പൂവുണ്ട്. കൊട്ടിയൂർ സന്ദർശിക്കുന്ന എല്ലാവരും എന്തായാലും നിർബന്ധമായും ഈ ഓടപ്പൂ മേടിക്കും. കാരണം വെച്ചാൽ ഇത് നമ്മൾ ഇവിടെ കൊട്ടിയൂർ പോയതിൻ്റെ ഒരു തെളിവായിട്ടാണ് ഇതുള്ളത്. അപ്പോൾ നമ്മൾ ഇത് ഒരു വർഷം, നമ്മളിപ്പോൾ അടുത്ത വർഷം വരെ ഈ ഒരു ഓടപ്പൂ വീട്ടിൽ സൂക്ഷിക്കണം എന്നാണ്. ഇതാണ് ഇവിടെ കൊട്ടിയൂരിലുള്ള ബസ് സ്റ്റാൻഡ്. ഇവിടെ നിന്ന് എല്ലായിടത്തു നിന്നുള്ള ബസ്സുകൾ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ കണ്ണൂർ, തലശ്ശേരി, അതുപോലെ കാസർഗോഡ്, എല്ലാ സ്ഥലത്തേക്കുള്ള ബസ്സുകളും ഇവിടെ നിന്ന് നമുക്ക് കിട്ടും. നിങ്ങളിവിടെ വരാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ലത് നിങ്ങൾ തലശ്ശേരി ഇറങ്ങുന്നതാണ്. തലശ്ശേരിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വെറും 55 കിലോമീറ്ററാണ് ദൂരം. 1.5 മണിക്കൂറുള്ള 1.5 മണിക്കൂറുള്ള യാത്രയേ ഉള്ളൂ. ഇവിടെ കൊട്ടിയൂർ അമ്പലത്തിൽ 2 അമ്പലമുണ്ട്. ഒന്ന് അക്കരെ കൊട്ടിയൂർ, ഇക്കരെ കൊട്ടിയൂർ. ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് അക്കരെ കൊട്ടിയൂരാണ്. ഈ അക്കരെ കൊട്ടിയൂർ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വർഷത്തിൽ 28 ദിവസം മാത്രം തുറക്കുന്നൊരു അമ്പലമാണ്. അല്ലാതെ ഉള്ളപ്പോൾ ഇവിടെ ആരും പ്രവേശിക്കാറില്ല. ഇക്കരെ കൊട്ടിയൂർ മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഇപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഇതൊരു സീസണാണ്. ഈ ഒരു മെയ് 28 മുതൽ ജൂൺ 28 വരെയുള്ള ഈ ഒരു മാസക്കാലം എന്ന് പറഞ്ഞാൽ ഇവിടെ സീസണാണ്. എനിക്കൊന്ന് ശബരിമലയെ കഴിഞ്ഞാൽ ഏറ്റവും ഒരു തിരക്കുള്ളൊരു സ്ഥലം ഇതായിരിക്കണം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ അമ്പലത്തിൽ ആദ്യമൊന്നും ഇത്രയൊന്നും തിരക്കുണ്ടായിരുന്നില്ല. പിന്നീട് ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടാണ് ഇത്രയും തിരക്ക് തന്നെ വർദ്ധിച്ചത്. ഇപ്പോൾ നമ്മൾ അക്കരെ കൊട്ടിയൂരിലേക്ക് അകത്ത് കയറി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നിറച്ചും ഓടപ്പൂക്കളുണ്ട് പോകുന്ന വഴി. നമ്മൾ ഈ വഴി പോകുമ്പോൾ ഇവിടെ നിറച്ചും സ്റ്റാളുകൾ കാണാം. പലതരം കച്ചവടത്തിൻ്റെയും സ്റ്റാളുകൾ ഇവിടെ നമുക്ക് കാണാം. അപ്പം തന്നെ നമ്മളിപ്പോൾ ബാവലിപ്പുഴയുടെ കടന്നാണ് നമ്മളിപ്പോൾ കൊട്ടിയൂർ അമ്പലത്തിലേക്ക് പോകുന്നത്. ഇപ്പോൾ നമ്മൾ കൊട്ടിയൂർ പോകുമ്പോൾ ഇവിടെ നിന്ന് ഇവിടെ കുളിച്ചിട്ട് വേണം നമ്മൾ പോകാൻ പൊതുവെ. ഏതായാലും നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് ഇറങ്ങുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആളുകൾ അവിടെ പുഴയിൽ സ്നാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളും ഒന്ന് വെറുതെ ചെരുപ്പൊക്കെ കൊടുത്ത ശേഷം ഒന്ന് കാലൊന്ന് കഴുകിയിട്ട് ഒന്ന് കയറാം എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ
അവിടേക്ക് പോകുന്ന വഴിയാണിത്. ഈ കൊട്ടിയൂർ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ദക്ഷയാഗം നടന്ന സ്ഥലമാണെന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഇതിനെപ്പറ്റിയൊരു കഥയുണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ശിവൻ്റെ ഒരു ബിംബമാണ് ഇവിടെ ഉള്ളത്. ഈ കാണുന്ന ക്യൂ നേരെ അങ്ങോട്ട് ഞാൻ പറഞ്ഞ ശിവൻ്റെ ബിംബത്തിലേക്കുള്ള ക്യൂ ആണിത്. ഇത് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം ഈ വഴി പോവുകയാണെങ്കിൽ. പക്ഷെ നമ്മൾ വേറൊരു വഴിയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ഇവിടെ നിറയെ ആൾക്കാർ ഇവിടെ സ്നാനം ചെയ്യാൻ വരുന്നുണ്ട്. ഞങ്ങളിവിടെ ക്യൂ നിൽക്കാണ്ട് വേറൊരു വഴിയുണ്ട്. അതായത് പുറത്തേക്ക് പോകുന്നൊരു വഴി കൂടിയാണ് ഞങ്ങളിപ്പോൾ ഇതിൻ്റെ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കാൻ പോകുന്നത്. സാധാരണ ഇവിടെ ക്യൂ നിൽക്കുകയാണെങ്കിൽ നമ്മൾ 3-4 മണിക്കൂറും വേണ്ടി ചിലപ്പോൾ നമ്മൾ അതിൽ കൂടുതൽ സമയം നിൽക്കേണ്ടി വരും. അപ്പോൾ അത്രയും സമയം നഷ്ടം വേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങളിവിടെ വേറൊരു വഴി കൂടിയാണ് ഇവിടെ അകത്ത് പ്രവേശിച്ചത്. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ നടന്ന് നേരെ തിരുവഞ്ചീൻ്റെ അടുത്തെത്തി. ഇനി ഇവിടെ മൂന്ന് തവണ പ്രദക്ഷിണം വെക്കണം. ഇവിടെ എത്തിയാൽ തിരുവഞ്ചിയിലെത്തിയാൽ നമ്മൾ സാധാരണ അമ്പലം പോലെ നമ്മുടെ ഷർട്ടൊക്കെ അഴിക്കണം. അതാണ് ഇത്. പിന്നെ അതുപോലെ വീഡിയോസൊന്നും ഇതിൻ്റെ ഉള്ളിൽ അലൗഡ് അല്ല. പക്ഷേ എന്നാലും ആൾക്കാർ ഇവിടെ വീഡിയോ എടുക്കുന്നുണ്ട്. പിന്നെ വേറെ പ്രത്യേകത, ഈ അമ്പലത്തിന് ഒരു പ്രതിഷ്ഠയായിട്ടല്ല ഉള്ളത്. ഇവിടെ അമ്പലത്തിൽ ബിംബമാണ് ശിവൻ്റെ ഉള്ളത്. ഇത് കണ്ടോ, ഇതാണ് ഇവിടുത്തെ തിരക്കുന്നത്. സാധാരണ ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ സ്റ്റാർട്ടിങ് സമയത്താണ് ഞങ്ങളിപ്പോൾ കൊട്ടിയൂർ അമ്പലത്തിൽ എത്തിയത്. അതല്ല സാധാരണ ഇവിടെ നല്ല തിരക്കാണ് അനുഭവപ്പെടാറുള്ളത്. ഇപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് വലിയ തിരക്കുകളൊന്നുമില്ല. അങ്ങനെ പ്രദക്ഷിണം കഴിഞ്ഞ് ഞാനിപ്പോൾ ഇവിടെ മുകളിൽ എത്തി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ അമ്പലത്തിൻ്റെ മൊത്തം കാഴ്ചകൾ കാണിച്ചു തരാം. ശരിക്കും ഇവിടെ വന്നത് ഒരു പ്രത്യേക ഒരു അനുഭൂതി തന്നെയാണ്. സാറേ, നിങ്ങൾക്ക് ഇവിടെ വന്ന ഒരു എക്സ്പീരിയൻസ് വേറൊരു അമ്പലത്തിൽ പോയാലും നിങ്ങൾക്ക് കിട്ടില്ല. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വർഷത്തിൽ ഒരു 28 ദിവസവും തുറക്കുന്ന ഒരു അമ്പലമാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ജനസാഗരം എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് കാണേണ്ട കാഴ്ചയാണ്. പിന്നെ ഇവിടെ കിട്ടുന്നൊരു എക്സ്പീരിയൻസ് സാധാരണ ഒരു അമ്പലത്തിൽ പോകുമ്പോഴുള്ള എക്സ്പീരിയൻസ് അല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം. നിറച്ചും ഓലപ്പുരകളും കാടിൻ്റെ നടുക്ക് ഉള്ളൊരു അമ്പലം. പിന്നെ മാത്രമല്ല, ഈ വെള്ളത്തിൽ കൂടി ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. ഇപ്പോൾ ആ കാണുന്നതാണ് സതീദേവി മറ്റേ ദേഹത്യാഗം ചെയ്ത സ്ഥലം എന്ന് പറഞ്ഞാൽ അത് ആ കാണുന്നതാണ്. അപ്പോൾ പിന്നെ ഇവിടെ വേറൊരു പ്രത്യേകതയുള്ളത് ഇവിടുത്തെ ശീവേലി. ഇവിടെ ഉച്ച സമയത്തുള്ള ശീവേലി കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അത് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. അത് നിങ്ങളൊക്കെ എന്തായാലും കാണിക്കാം. ഞങ്ങൾ ഈ വന്ന ദിവസം ഭാഗ്യത്തിന് മഴ ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായി പ്രാർത്ഥിക്കാൻ പറ്റി. ഏതായാലും കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഇതുപോലെ തന്നെയായിരുന്നു, മഴ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ സുഖമായി എല്ലായിടത്തും നടന്ന് തൊഴാം. ശരിക്കും ഇവിടെ ഓരോ കുടിലുകളാണ്. കാരണം ഇവിടുത്തെ പൂജാരികൾ ഓരോന്നും ഇവിടെ 1 മാസം ഇവിടെ താമസിച്ചിട്ടാണ് ഇത് എല്ലാ പൂജാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ വേറെ പ്രത്യേകത, ഇവിടെ 2 കല്ല് ഉരച്ചാൽ നമുക്ക് ചന്ദനം കിട്ടുന്നൊരു കാര്യമുണ്ട്. ഞങ്ങളിപ്പോൾ അത് അങ്ങനെ കല്ലൊക്കെ ഉരച്ച് നോക്കി, ചന്ദനമൊക്കെ എടുത്തായിരുന്നു. അങ്ങനെ ഇപ്പോൾ ശീവേലി തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ആ കാഴ്ച നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം.
അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടതാണ് ഇവിടുത്തെ ശീവേലി കാഴ്ചകൾ. ഇതിപ്പോൾ നമുക്ക് ഇവിടെ ഉച്ച സമയത്ത് 12:30 കൂടിയാണ് ഈ ശീവേലി നടക്കുന്നത്. പിന്നെ അതുപോലെ വൈകിട്ടുള്ള ശീവേലിയും വളരെ മനോഹരമാണ്. അപ്പോൾ നമുക്ക് നിങ്ങൾ വൈകുന്നേരം വരണമെങ്കിൽ ഒന്നും കൂടി നന്നായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെയാണ് ഇവിടുത്തെ ഓരോ കുടിലുകൾ. ഇവിടുത്തെ ഓരോ പൂജാരിമാർ എല്ലാവരും ഓരോരുത്തർ ഇവിടെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു മാസം ഇവിടെ താമസിക്കുന്നത് ഈ ഒരു കുടിലാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളിപ്പോൾ ഇവിടെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പ്രസാദമൊക്കെ മേടിച്ച് ഇനി തിരിച്ച് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ അന്ന് നേരത്തെ വന്ന വഴിയിലൂടെ തന്നെ തിരിച്ച് നടക്കുകയാണ്. ഇനി നടന്ന് ഇനിയിപ്പോൾ ഇത് ഞങ്ങൾ അക്കരെ കൊട്ടിയൂരാണല്ലോ വന്നത്. ഇനിയിപ്പോൾ ഇക്കരെ കൊട്ടിയൂരിലേക്ക് പോകണം. ഇതാണ് ഇവിടുത്തെ ഞാൻ പറഞ്ഞ ക്യൂ ഉള്ള വഴി. ഇതുവഴി പോയാൽ ഒരുപാട് സമയമെടുക്കും. അങ്ങനെ ഞങ്ങളിപ്പോൾ പുറത്തിറങ്ങി. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് അക്കരെ കൊട്ടിയൂർ പോയിട്ട് അവിടെയാണ് നമുക്ക് ഇവിടുത്തെ മെയിനായിട്ടുള്ള പ്രസാദ ഊട്ടുള്ളത്. ഇവിടെ വന്നാൽ നിങ്ങൾ എന്തായാലും പ്രസാദ ഊട്ട് കഴിക്കാതെ പോകരുത്. അതൊരു എന്തായാലും നല്ലൊരു പ്രസാദ ഊട്ടാണ് ഇവിടെ കൊട്ടിയൂരുള്ളത്. അപ്പോൾ ഇതും കഴിച്ച് ഇപ്പം ഞങ്ങളിപ്പോൾ ഇനി തിരിച്ച് ഇപ്പോൾ പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഈ വീഡിയോയിലെ കാഴ്ചകൾ. അപ്പോൾ എല്ലാവരും ഈ കൊട്ടിയൂർ വരിക.